ഹായ് ഫ്രണ്ട്സ്, പുതുമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ബട്ടർ എഗ് മസാലയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് മസാലയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് ബെല്ലൈക്കനുണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കധികം സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് നമുക്കൊരു കടായി എടുത്തിട്ട് അതിലേക്ക് ഒരു 2 സവാള കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടൊമാറ്റോ, പിന്നെ ഒരു 10 കാഷ്യൂനട്ട്, പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതെല്ലാം കൂടി അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നല്ലപോലെ തിളയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലോട്ട് മാറ്റിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ച് മാറ്റി വയ്ക്കുക. ഇനി ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഉരുകിയതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നാലും ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല മണമൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച പേസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലപോലെ തിളയൊക്കെ വരുന്നുണ്ട്. ഇനി ഉപ്പ് ഈ ഒരു സ്റ്റേജിൽ കുറവാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര്, ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മേത്തി ലീഫ്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആയിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലൊരു മണമൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതൊന്ന് വാടിയതിന് ശേഷം ഞാനൊരു 4 മുട്ട എടുത്ത് വേവിച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ പീസ് മുട്ടയായിട്ട് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. കുടയാതെ തന്നെ വളരെ ശ്രദ്ധിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. മസാലയും മുട്ടയൊക്കെ കൂടി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് മസാലയിലോട്ട് അങ്ങ് താഴ്ത്തി വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും മുട്ടയിലോട്ട് ഈ മസാല നല്ലപോലെ ഇറങ്ങിക്കിട്ടും. ഇനി നമുക്ക് 2-3 മിനിറ്റ് കൂടി ഇതിങ്ങനെ തന്നെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടുക. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി അവസാനമായിട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് കറിയാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതുമാസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.